വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിന്നിവിടെ 1.5 കിലോഗ്രാം ചിക്കൻ വെച്ചിട്ടാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ നമ്മൾ ചിക്കനെ മുറിച്ചെടുക്കാനായി. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു വലിയൊരു പാത്രത്തിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കുറച്ച് വലിയ പാത്രത്തിലാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാവും. അത് കാരണമാണ് കുറച്ച് വലിയ പാത്രം ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നത്. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അടുത്തതായി ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ, ഫ്രഷ് ആയിട്ട് അരച്ചെടുത്താണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്കായിട്ട് ഒരു കളറിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇനി ഞാനിവിടെ ഒരു മാഗി ക്യൂബ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇത് നമുക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഈ മസാലയും ഈ കോൺഫ്ലോറും എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് ഒന്ന് പൊത്തി വെച്ച് ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കണം. ഓരോ പീസസ് ആയിട്ട് പരത്തി ഇട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് കാസ്റ്റ് അയൺ ചീനച്ചട്ടിയിൽ വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അധികം ഹാർഡായിട്ട് വെന്ത് പോകരുത് കേട്ടോ. ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മറിച്ചിട്ട് അടുത്ത ഭാഗം വേവിച്ചെടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തത് മുഴുവനായിട്ട് ഇവിടെ പൊരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അത് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നില്ല. ഇത് മുഴുവനായിട്ട് ഇവിടെ പൊരിക്കുന്നതൊന്നും കാണിക്കണില്ല. ഇനി നമുക്ക് ഇതിലോട്ടായിട്ടുള്ള ചില്ലി മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലോട്ടൊരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലോട്ടായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ഉള്ളി സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിതിലോട്ട് ഞാനിവിടെ ഒരു 3 സവാള ഇത് കണ്ടില്ലേ കുറച്ച് വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്ത് ഇതളുകളായിട്ട് ഈ കാണുന്ന രീതിയിൽ അടർത്തിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടായിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം നിങ്ങൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 5 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടായിട്ട് കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അതുകൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്നും വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്കൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ലൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയം വളരെ കുറച്ച് മാത്രമേ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു രീതിയിൽ ചേർത്താൽ നല്ലൊരു കളറായി കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ടായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ സോയ സോസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. ഇതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിവിടെ ചില്ലി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അളവൊന്ന് മുന്തി നിൽക്കണം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആവും.
ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയം നേരത്തെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ, അതൊന്ന് കഴുകിയെടുത്ത് അതിലോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ കൂടി ആഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ മിക്സ് ആക്കി എടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പോ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് അതിലോട്ട് ചിക്കൻ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഈ ഗ്രേവിയും ചിക്കനും എല്ലാം ഒന്ന് കമ്പൈൻ ആയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ആക്കി എടുക്കാം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ സമയം നമുക്ക് എരിവും പുളിയും സോയ സോസിൻ്റെ എല്ലാ ഫ്ലേവറും കറക്റ്റ് ആണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ട് നമുക്ക് ഈ ചില്ലി ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓണിയൻ്റെ ഇതളുകളുണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവട്ടോ നമ്മുടെ ഈ ചില്ലി ചിക്കൻ കഴിക്കുന്ന സമയത്ത്. ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങളിത് ഇളക്കിയിട്ട് കൊടുക്കാൻ. ഓക്കെ, ഇനി ഫൈനലി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ചില്ലി ചിക്കൻ കഴിക്കുന്ന സമയം. ഇത് നല്ല ചൂടോട് കൂടി വേണം നിങ്ങൾ സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്